ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും മുതലോട്ട് സ്വാഗതം. ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് കുറച്ച് തിരക്കായിരുന്നു. ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ആയി തോന്നി, ആയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് തോന്നുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരു 1 മന്ത് ആയിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ബന്ധപ്പെട്ടതിലോട്ട് എത്തിപ്പെടും എന്ന് ഒരു ഉറപ്പും പറയാൻ സാധിക്കില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്താൽ മാത്രമേ യൂട്യൂബ് അൽഗോരിത പ്രകാരം അതിലോട്ട് വീഡിയോ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. വീഡിയോ കണ്ട ഉടനെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തന്നേക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതേപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. കൂട്ടുകാർക്കൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു ഏപ്രിൽ 2026 മുതൽ സാലറി വർധനവാണ്. അപ്പോൾ അത് സന്തോഷകരമായിട്ടൊരു കാര്യം തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചും ഈ വീഡിയോ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാം. ആദ്യം തന്നെ നല്ല സന്തോഷകരമായിട്ടൊരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. UK വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഏപ്രിൽ 1 മുതൽ 2026 ഏപ്രിൽ 1 മുതൽ സാലറി വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എയർ അസിസ്റ്റന്റുമാർക്ക് ഏപ്രിൽ 1 മുതൽ 12.71 പൗണ്ടായിട്ട് സാലറി വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ വർഷം 12.21 ആയിരുന്നു. അത് ഏപ്രിൽ 2026 മുതൽ 12.71 ആയിട്ട് മാറുകയാണ്. ഒരു ഫുൾ ടൈം ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കുറഞ്ഞത് 1000 പൗണ്ടിനടുത്ത് 900 പൗണ്ടോളം വർധനവാണ് ഈ സാലറിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഹെൽത്ത് ആൻഡ് കെയർ വിസയിലാണ് UK എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ നിബന്ധനകൾക്ക് അനുസരിച്ച് നിങ്ങൾ COSൽ വിസ നിബന്ധനകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു സാലറി 13.50 വരേക്കും, അതായത് 13.50 വരേക്കും ഉയരാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഒരു കുറച്ച് സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷമകരമായിട്ടുള്ള മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ 12.71 ആയിട്ട് സാലറി വർദ്ധിക്കുന്നതിനാൽ കൂടി വിസ പുതുക്കാൻ സാധിക്കാതെ പലരും ബുദ്ധിമുട്ടുന്നതായിട്ടും കണ്ടുവരുന്നു. നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്, ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. കാരണം സ്പോൺസർഷിപ്പുകൾ പല കമ്പനികളുടെയും റദ്ദായിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ പലരുടെയും ജോലികളും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഞാനിന്മേൽ കളി എന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. നാട്ടിൽ നിങ്ങൾ നഴ്സായിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി UK ഒരു കെയർ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയോടെ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ചെറിയ മിസ്റ്റേക്കുകൾ കൂടി നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തിയേക്കാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇൻസിഡന്റ് റിപ്പോർട്ട് എഴുതുന്നതടക്കം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 1000-ലധികം കെയർ ഹോമുകളുടെ ലൈസൻസ് ആണ് ഗവൺമെന്റ് റദ്ദാക്കിയത്. പല കാരണങ്ങൾ കൊണ്ടാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് കൊണ്ട്, വിസ കച്ചവടം ചെയ്യുന്നുണ്ട് എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കിയത് കൊണ്ടൊക്കെയാണ് ഈ ഒരു 1000-ലധികം ഏജൻസികളുടെ സ്പോൺഷിപ്പ് റദ്ദാക്കിയത്. അപ്പൊ ഇവര് സ്പോൺഷിപ്പ് റദ്ദാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അനാഥരാവുകയാണ്. മീൻസ് അവർക്ക് വിസ ഇല്ലല്ലേ. അപ്പൊ അവർക്ക് ഒരു മാക്സിമം 6 മാസം കൂടി UK തുടരാൻ വേണ്ടി സാധിക്കും. അതിനുള്ളിൽ വേറെ വിസ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ റിസ്ക് ആണ്. അപ്പൊ നിങ്ങളൊരു കെയർ ഹോമിലൊക്കെ ജോലിക്ക് ചേരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട COSൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും, ഈ ഒരു കെയർ ഹോമിന്റെ സ്പോൺസർഷിപ്പ് വാലിഡിറ്റി ഉള്ളതാണോ, അതേപോലെ തന്നെ ഈ ഒരു കെയർ ഹോം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണോ എന്നെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതേപോലെ തന്നെ പല ആൾക്കാരും ജോലി സ്ഥലത്തൊക്കെ മദ്യപിച്ചിട്ടൊക്കെ ജോലി നഷ്ടപ്പെട്ട കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അത് കുറച്ച് അധികമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇപ്പൊ UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞായറാഴ്ച 1-ാം തീയതി എന്നീ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തന്നെ മദ്യം 25 വയസ്സിന് മുകളിലാണ് നിങ്ങൾക്ക് മദ്യം വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പൊ പലരും ഇത് മിസ്യൂസ് ചെയ്തിട്ട് മദ്യപിച്ച് ജോലി സ്ഥലത്ത് പോയി പ്രഷർ ഉണ്ടാക്കിയിട്ടൊക്കെ ജോലി നഷ്ടപ്പെടുന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഇന്ത്യക്കാരാണ് ഇത് കൂടുതൽ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതുണ്ട്. നിങ്ങളുടെ എംപ്ലോയർ റേറ്റർ ആണോ എന്നും, അത് CQC രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു ജോലി ലഭിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ്. ഞാൻ മുമ്പ് 2-3 വീഡിയോസിൽ ഇത് സൂചിപ്പിച്ചതിനാൽ കൂടി ഈ ഒരു വീഡിയോയിൽ കൂടി അത് പറഞ്ഞു വെക്കുകയാണ്. കഴിയുന്നത് വലിയ കെയർ ഹോമുകളിലോ കുറച്ചധികം മണിക്കൂറുകൾ കിട്ടാൻ വേണ്ടി കുറച്ച് വലിയ കെയർ ഹോമിലൊക്കെ ജോലിക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക. ഡൊമിസിലറി കെയർ പോലെയുള്ള ചെറിയ ജോബുകൾക്ക് നോക്കുന്നതൊക്കെ അപകടകരമാണ്. മണിക്കൂറുകൾ കിട്ടാൻ സാധ്യതയില്ല. ആയതുകൊണ്ട് തന്നെ വിസ പുതുക്കുമ്പോൾ നമുക്ക് വിസ പുതുക്കി കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, സ്ട്രിക്റ്റ് ആണ്. പണം കൊടുത്ത് വിസ വാങ്ങുന്ന രീതി ഇനി നടക്കില്ല. അത് ഗവൺമെന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടും, വിസ നഷ്ടപ്പെടും, തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ടി വരും, നമ്മുടെ പൈസയും പോകും. കുറെ പേര് ഈ ഒരു വിസ കെയർ ഹോം വിസയൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വെയർ ഹൗസിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഗവൺമെന്റ് കൂടുതൽ സ്ട്രിക്റ്റ് ആയ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ നിങ്ങൾ മുന്നിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. മുൻപത്തെ പോലെ
ഒരു 3-4 ദിവസത്തിനിടയ്ക്ക് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ജോലി തിരക്കിന്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകൾ മാത്രം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു.